വെൽക്കം ബാക്ക് ടു ചാനൽ. ടൊവിനോ തോമസ് അഭിനയിക്കുന്ന നരിവേട്ട മൂവി അങ്ങനെ ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഫസ്റ്റ് ഷോ കണ്ടിട്ടുണ്ട്. സോ പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് അനുരാജ് മനോഹർ എന്ന് പറയുന്ന ആളാണ്. റൈറ്റ് ചെയ്തേക്കുന്നത് എബിൻ ജോസഫ് എന്ന് പറയുന്ന ആളാണ്. അതിനകത്ത് വരുന്ന കാസ്റ്റ് എന്ന് പറയുമ്പോൾ ടൊവിനോ തോമസ്, സുരാജ് ഞാറമോട്, ഇങ്ങനെ കുറച്ചധികം ആൾക്കാരൊക്കെയാണ് അഭിനയിക്കുന്നത്. പിന്നെ പടത്തിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് ജെക്സ് ബിജോയാണ്. പടം എന്ന് പറയുമ്പം ഒരു ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ഫിലിമാണ്. അതായത് പണ്ടുണ്ടായ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് വരുന്നൊരു മൂവിയാണ്. ഇത് എത്ര പേർക്ക് ഈ മൂവി വർക്കാകും അല്ലെങ്കിൽ എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടും എന്നുള്ളതൊക്കെ വേറൊരു സൈഡ്. ബട്ട് ആക്ച്വലി ദ മൂവി വാസ് റിയലി നൈസ്. ആക്ച്വലി ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന കഥയാണ്. നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് എൻഗേജ്ഡ് ആയിട്ട് ഇരുന്ന് പോകുന്നുണ്ട്. കാരണം നമുക്ക് ലാഗോ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുന്നത് സെക്കൻഡ് ഹാഫ് കഴിയുന്നത് ഫീൽ ചെയ്യത്തില്ല. ഞാൻ ആക്ച്വലി ഇൻസിഡൻറ്റ് ഇത് എനിക്ക് അറിയാം എന്താണെന്നുള്ളത് ഏതാണെന്നുള്ളത്. പിന്നെ ഞാൻ ആക്ച്വലി ഇന്ന് വേറൊരു പടം കൂടെ ഇറങ്ങുന്നത് കൊണ്ടും ഞാൻ ആക്ച്വലി അത് കണ്ടിട്ട് ഇത് കാണാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു. പക്ഷേ ആക്ച്വലി ആ ഷോ ഉച്ചയ്ക്കേ ഉള്ളായിരുന്നു. സോ അതുകൊണ്ട് രാവിലെ ഈ പടം കാണാനുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ലാതാണ് ഞാൻ ഈ പടം പോയി കണ്ടത്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കയറിയപ്പം ഇത് രാവിലെ തന്നെ കാണാനുള്ള ഒരു മൈൻഡ് സെറ്റ് എനിക്കില്ലായിരുന്നു. ബട്ട് ഞാൻ കയറി ടിക്കറ്റ് എന്തെങ്കിലും കിട്ടിയതെല്ലാം പോയി കാണാനുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് കയറി കഴിഞ്ഞപ്പോൾ ആക്ച്വലി പടം എനിക്ക് നല്ല രീതിക്ക് ഫസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ്, അതായത് ഇവർ ഈ ഇൻസിഡൻറ്റിലോട്ട് അവർ കൊണ്ടുവരുന്ന ആ ഒരു സ്ലോ ബേസ്ഡ് വന്നപ്പോഴേ ഞാൻ ഭയങ്കരമായിട്ട് ലാഗൊക്കെ ഞാൻ ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട് എനിക്ക്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ റിയൽ സ്റ്റോറി, അതായത് ഇത് കംപ്ലീറ്റ്ലി ആ റിയൽ സ്റ്റോറിയിലോട്ട് അവരെ കൊണ്ടെത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പടം നല്ല രീതിക്ക് എൻഗേജ്ഡ് ആണ്. തോമസ് ആക്ച്വലി ഈ ടൈപ്പ് ഓഫ് റോള് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് ആക്ച്വലി പുള്ളി നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. സുരാജേട്ടനാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മസ്റ്റ് വാച്ച് എന്നോ അല്ലെങ്കിൽ മറ്റേ 100 കോടി 500 കോടി 200 കോടി ക്ലബ്ബ് അങ്ങനെ ഉള്ളതൊന്നൊക്കെ അതൊക്കെ വേറൊരു ഭാഗം. ബട്ട് എന്നാൽ പോലും നമുക്കറിയാവുന്ന ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരുന്ന ഒരു കാര്യം ഒരു മൂവി ആയിട്ട് വരുമ്പോൾ അത് അവരെ കൊണ്ട് പറ്റുന്ന രീതിക്ക് അവരത് വൃത്തിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഒരു 2003 ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് പറഞ്ഞു പോകുന്നത്. സോ ആ കാലഘട്ടവും കാര്യങ്ങളും അതിൻ്റെ മേക്കിംഗ് ഒക്കെ നല്ല കിടിലോസ്കി ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും എല്ലാം കറക്റ്റ് ആ ഒരു മീറ്റർ അല്ലെങ്കിൽ കറക്റ്റ് ആ ഒരു സ്കെയിലിൽ തന്നെ പിടിച്ചിട്ടാണ് ഇവരെല്ലാം ചെയ്ത് വെച്ചേക്കുന്നത്. ഭയങ്കരമായിട്ട് കാണാനുണ്ടോ അല്ലെങ്കിൽ കണ്ടിരിക്കേണ്ടതുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരു 1 day വാച്ചബിൾ മൂവിയാണിത്. സോ താല്പര്യമുള്ളവർ പോയി കാണുക. ടൊവിനോ തോമസിൻ്റെ ഒരു പടമാണ്. പിന്നെ ഇതുപോലെ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തുണ്ടാക്കിയ മൂവിയാണ്. സോ അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടും അതൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണുക. സോ ഈ കേസ് അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.